ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്, കുറച്ച് വെറൈറ്റി ആയിട്ട്. ആദ്യം തന്നെ ബുക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ബുക്കിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കേണ്ട അളവ് ഇതാക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒന്നും പറയാനൊന്നുമില്ല, ഞാൻ റാഫെല്ലോൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല, ആ ഒരു സാധനം പറിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫെവിക്കോള് ആദ്യമേ ആക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പേജ് മറിച്ചിട്ട് ഈ ഒരു സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പേപ്പറിൽ നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അതിൽ എഴുതാം, എന്നിട്ട് ഒട്ടിക്കായ്മ. പക്ഷെ നമ്മൾ A4 ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി, അതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചില്ല ആ സാധനം ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള A4 വെച്ചിട്ടാണ് ഞാൻ ഇത് എഴുതാനുള്ള ഈ ടു ഡു ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ എഴുതാനുള്ള കഷ്ണം പറിച്ചെടുക്കണത്. അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം പറിച്ചെടുത്തിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഒരെണ്ണം നമുക്ക് എഴുതാണ്ട് എന്താണെന്ന് വെച്ചാൽ വേക്കപ്പ് ഏർലി അത് എഴുതുന്നുണ്ട്. നമ്മൾ എഴുതിയിട്ടുള്ളപ്പോൾ ഡ്രിങ്ക് 1 liter വാട്ടർ, ക്ലീൻ സ്റ്റഡി റൂം എവറി ഡേ, ഹെൽപ്പ് മോം എവറി ഡേ, സ്ലീപ്പ് ഏർലി, പിന്നെ വേക്കപ്പ് ഏർലി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എഴുതാണ് വേക്കപ്പ് ഏർലി. നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഇത് എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ഫെവിക്കോളില്ലേ അതാക്കിയിട്ട് ഒട്ടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ശരിക്കും ആദ്യം എഴുതിയാണ് വേക്കപ്പ്, പക്ഷെ അത് തെറ്റിപ്പോയതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് എഴുതിയതാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കത് മെല്ലെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ്. കുറച്ചൊക്കെ എന്തൊക്കെ ഇതുണ്ട്, എന്നാലും കുഴപ്പമില്ലാണ്ട് നമ്മളാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളൊന്നും കൂടി മാറ്റിയെടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഡെക്കറേഷൻ തുലിപ്പ് ഫ്ലവറൊക്കെ കൊടുത്തിട്ട് അങ്ങനൊക്കെ ആക്കിയിട്ടുണ്ട്. കുറച്ച് ബ്ലൂവും ബ്ലാക്കും തുലിപ്പ് ഫ്ലവറൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ.